മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അശോക് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഡോറിലേക്കും ക്ലോക്കിലേക്കും മാറി മാറി നോക്കി നിരാശയോടെ ബെഡിലായി ചെന്നിരുന്നു. 1 കഴിഞ്ഞ് 2 ആയി, പിന്നെ 3, പിന്നെയും സമയം കടന്നുപോയി. കവിളിൽ പതിക്കുന്ന കുറ്റിത്താടിയുടെ ഇക്കിളി കൂട്ടലും തന്നിൽ മുറുകുന്ന അവന്റെ സ്പർശനവും നാസികയിലേക്ക് തുളച്ചു കയറുന്ന പിടിപ്പിക്കുന്ന അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധവും അറിഞ്ഞ് പതിയെ മിഴികൾ തുറന്നു. കാത്തിരിപ്പിനൊടുവിൽ എപ്പോഴും ഉറങ്ങിപ്പോയതാണ് പെണ്ണ്. മിഴികൾ തുറന്ന് മുന്നിൽ കാണുന്നത് തന്നെ ഇമവട്ടാതെ നോക്കുന്നവനെയാണ്. അവന് നോക്കിയൊന്ന് പുഞ്ചിരിച്ചെങ്കിലും ഞൊടിയിടയിൽ എന്തോ ഓർത്ത് ചാടിക്കുടഞ്ഞെണീറ്റു. നേരെ നോക്കിയത് ക്ലോക്കിലേക്കാണ്. സമയം 5 മണിയായിരിക്കുന്നു. കടന്നൽ കുത്തിയതുപോലെ ആ മുഖം വീർത്തു വരാൻ അധികമൊന്നും വേണ്ടി വന്നില്ല. കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അശോകിനായി ചോദിക്കേണ്ടി വന്നില്ല. അവൾക്ക് അഭിമുഖമായിരുന്ന അവളുടെ കൈ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ സിൻസിയർലി അപ്പോളജൈസ് ടു യു. തന്റെ കൈകൾ പിടിച്ച് പറയുന്നവനെ അപ്പോഴും ദേഷ്യത്തോടെ നോക്കിയവൾ. നിധി, സത്യമായിട്ട് ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാ. അപ്പോഴാ മറ്റന്നാൾ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ഇന്നേക്കാക്കേണ്ടി വന്നത്. UK നിന്ന് വന്ന് നമ്മുടെ ക്ലയന്റിനെ ഒഴിവാക്കി ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ നീ വിളിച്ചപ്പോഴേക്കും ഞാൻ മീറ്റിംഗിലായിരുന്നു. ഇത്രയും ദിവസം മാറുന്നതിന്റെ എല്ലാ തിരക്കുകളും ഉണ്ടായിരുന്നു. ഐ ആം റിയലി സോറി. തന്റെ കൈ നെഞ്ചോട് പിടിച്ച് കുറ്റമേറ്റു പറയുന്നവനെ കാണെ പതിയെ ഒന്ന് ചിരിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാരിയവൾ. സാരല്ല അശോക്, എനിക്ക് മനസ്സിലാവും. നീലുവിന്റെ അടുത്തേക്ക് നമുക്ക് പിന്നെ പോവാം. ഏയ് നോ നിധി, ഇഫ് ഐ മേക്ക് യു എ പ്രോമിസ് ഐ വിൽ കീപ് ഇറ്റ്. അല്ലെങ്കിൽ ഈ പകലിനെ ചൂടിനേക്കാൾ ഇപ്പൊ പോകുന്നല്ലേ നല്ലത്. സോ നമുക്ക് ഇപ്പൊ പോവാം. സത്യം? യെസ്. എന്തിനി എത്ര വൈകിന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും. എന്നാ ഞാൻ വാഷ്റൂമിൽ പോയി മുഖക്ക് കഴുകി വരാം. പിന്നെ അശോക് കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചായിരുന്നു ലഞ്ച്. ഞാൻ പോരാ പറഞ്ഞുകൊണ്ട് എണീറ്റതും അശോക് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ച് തന്നെ മടിയിലേക്ക് ഇരുത്തി. അശോക് ചിനിങ്ങിക്കൊണ്ട് വിളിച്ചതും തന്റെ അധരങ്ങൾ അവളുടെ കാതുകളിലേക്ക് അടുപ്പിച്ചു. ക്ലോസ് യുവർ ഐസ്. എന്തിനാ അശോക്? അവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും വല്ലാത്തൊരു പരവേശത്തോടെ ചോദിച്ചു നിധി. ക്ലോസ്. അത്രമേൽ ആർദ്രമായി പറയുന്നവന്റെ സ്വരം കേൾക്കെ പതിയെ മിഴികൾ അടച്ചു നിധി. തന്റെ അരക്കെട്ടിൽ പതിയുന്ന തണുപ്പറിയെ കണ്ണുകളൊന്ന് കുറുക്കി പതിയെ മിഴികൾ തുറന്ന് അശോകിന്റെ മുഖത്തേക്ക് നോക്കി. ചെറുപുൻചിരിയോടെ തന്നെ നോക്കുന്നവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അരയിലേക്ക് നോക്കി. അവിടെ പതിഞ്ഞു കിടക്കുന്ന മുത്തുകൾ തീർത്ത സ്വർണ്ണ അരഞ്ഞാണം കാണെ വിടർന്ന മിഴികളോട് അവന്റെ മുഖത്തേക്ക് നോക്കി നിധി. അശോക്. അത്രമേൽ ആർദ്രമായി പോയിരുന്ന അവളുടെ സ്വരം. അശോക് അവളുടെ ഇരുകവിളും തന്റെ കൈക്കുമ്പിൽ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ അധരങ്ങളെ പൂവിൽ നിന്നും തേർന്നുവിരുന്ന വണ്ടിനെ പോലെ നുണഞ്ഞെടുത്തു അവൻ. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ഒരു കിതപ്പോട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതെ, ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോ സീ മാറിപ്പോവിന്റെ പെണ്ണെ, അല്ലെങ്കിൽ കൺട്രോൾ പോയി നിൽക്കുക. അവൾ ഇറിയപ്പെടുന്ന് ഒരു ചിരിയോടെ പറയുന്നവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നെഞ്ചിലായി ഒന്ന് പല്ലുകൾ അമർത്തി. അപ്പോഴേക്ക് അവനെ തള്ളി മാറ്റി വേഗം ബാത്റൂമിലേക്ക് കയറി. ഏകദേശം ഒരു 6 മണിയായപ്പോഴേക്കും അശോക് നിധി നീലുവിന്റെ വീട്ടിലെത്തിയിരുന്നു. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, ശരിക്കും അവൾക്ക് സർപ്രൈസ് ആയി പോകും. നേരത്തെ വിളിച്ചപ്പോഴും ഞാൻ വരുന്ന പറഞ്ഞിട്ടില്ല. കാറിൽ നിന്നിറങ്ങുന്നതോടൊപ്പം അശോകിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. എടുക്കുന്നില്ല. 2-3 തവണ വിളിച്ചു, എന്നിട്ട് എടുക്കുന്നില്ലെന്ന് കണ്ടതു നിരാശയോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. ഏയ് ഡോൺ വറി, കോളിംഗ് ബിൽ അടിച്ചു നോക്കാം, ആ താരെങ്കിലും ഉണ്ടാവുമല്ലോ പറഞ്ഞുകൊണ്ട് അശോക് ചെന്ന് ബെൽ സ്വിച്ച് അമർത്തി. 2 തവണ കോളിംഗ് ബിൽ അടിച്ച് നളിനി ഡോറൊന്ന് പുറത്തേക്ക് വന്നു. നളിനിയമ്മേ വിളിച്ചുകൊണ്ട് നിധി അവരെ ചെന്ന് വാരിപ്പുറന്നു. പെട്ടെന്ന് അവരവിടെ കണ്ട എല്ലാ ഞെട്ടലും അവരുടെ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. മോളെ നിധി, നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഓ അത് ശരി, എനിക്കിങ്ങോട്ട് പറയാതെ വരാൻ പാടില്ലല്ലേ? എന്നാ ഞാനങ്ങ് പോയേക്കാം. അയ്യോ അങ്ങനെയല്ല മോളെ, നീ എൻ്റെ മോളല്ലേ, എപ്പോ വേണേലും വരാലോ. അവരുടെ മുഖത്തെയും വാക്കുകളെയും ഇടറിച്ച അശോക് അത്രമേൽ ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അല്ല ആന്റി ഒറ്റയ്ക്കേ ഉള്ളൂ? പെട്ടെന്നുള്ള അശോകിന്റെ ശബ്ദത്തിൽ അവർ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പരവേശവും വിയർപ്പുകളും സ്ഥാനം പിടിച്ചു. ആന്റി? എന്താ? മറുപടി പറയാതെ തന്നെ നോക്കിയേക്ക് നളിനിയെ നോക്കി അശോക് വീണ്ടും ചോദിച്ചതും നളിനിയെ ഒന്ന് ഞെട്ടിക്കൊണ്ട് ഇരുവരെയും നോക്കി. അത് അല്ല, ഭാസ്കരേട്ടന്റെ മോൾ ഇവിടുത്തെ ആടിന് ചെറിയ മുറിവ് പറ്റി. അപ്പൊ അവിടെ ചായപ്പിൽ കൊണ്ടുപോയി മുറിവ് വെട്ടാൻ. ഒരുവിധം പറഞ്ഞൊപ്പിക്കുന്ന നളിനിയെ കാണാൻ അവർ പറയുന്നെല്ലാം കള്ളമാണെന്ന് തോന്നിപ്പോയി അവന്. അത് ശരി, വെറുതെ അല്ല ഞാൻ ഈ മുറ്റത്ത് വന്ന് വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാത്ത. അവരിപ്പോ വരും, നിങ്ങൾ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. നളിനി നിധിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നു. അശോക് ഞാനിപ്പോ വരാം പറഞ്ഞുകൊണ്ട് നിധി അടുക്കളയിലേക്ക് ചെന്നു. അശോക് ഇരുന്നിടത്ത് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീൽ, തന്നെ അടുപ്പിക്കുന്ന എന്തോ ഒന്ന് അടുത്തുള്ള പോലെ. അശോക് മുറ്റത്തേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് നടന്നു. അടുക്കള ഭാഗത്തെത്തിയതും എല്ലായിടവും നോക്കിക്കൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും എന്തോ ശബ്ദം കേട്ട് സംശയത്തോടെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. കുറച്ചപ്പുറം നിൽക്കുന്ന ഒരു കുടില്, മുഴുവനായി പറയാൻ പറ്റില്ല, അങ്ങനെയൊന്ന്. അതിൽ നിന്നും ഡോറടച്ച് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കീമെടുത്തിറങ്ങുന്ന നീലുവിനെയും ഭാസ്കരനെയും കണ്ണുകൾ കുറുക്കി നോക്കി.
തൊട്ടടുത്ത പൈപ്പ് തുറന്ന് നീല് തന്റെ കൈയും മുഖമെല്ലാം കഴുകി. അവസാനം ചുരിദാർ ഷോളിന്റെ അറ്റം പിടിച്ച് കഴുകുന്നത് അവൻ തെളിഞ്ഞ സംശയത്തോടെ നോക്കി. അതിൽ നിന്ന് ചുവന്ന കളർ ഒഴുകി പോകുന്ന കാണെ അത് രക്തമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന സംശയത്തോടെ നോക്കി അശോക്. കൈ മുഖവും കഴുകി നീല് തിരിച്ചു വന്നതും മുന്നിൽ നിൽക്കുന്ന അശോകിനെ കാണാൻ അവിടെ ഉള്ളെന്ന് പിടഞ്ഞു. അശോക് അവൾ പറയുന്നയാൾക്ക് ഭാസ്കരനെ അങ്ങോട്ട് നോക്കി. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അശോകിനെ നേരിട്ട് കാണുന്നത്. ഭാസ്കരൻ അവനെ തന്നെ നോക്കി നിന്നു. മുഖത്ത് വിരിയുന്ന വെപ്രാൾ അടക്കി പിടിച്ച് വരുത്തി തീർത്ത പുഞ്ചിരിയോടെ നീലു അശോകിനടുത്തേക്ക് നടന്നു. അശോക്, നിധി അവള് വന്നോ? എന്നോട് വരുന്നൊന്നും പറഞ്ഞില്ല. അകത്തേക്ക് വാ, എന്നോട് പുറത്തേക്കുന്നേ. ആ, ഞാനെല്ലാം ഒന്ന് ചുറ്റിക്കാണെന്ന് കരുതി. അവിടെ എന്തായിരുന്നു? അവന്റെ ചോദ്യത്തിൽ ആദ്യം ഒന്ന് പരിങ്ങെങ്കിലും ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞവൾ. അത് അച്ഛനിവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ആടിനെ വാങ്ങിച്ചു. അതിന്റെ കാലൊരു മുറി പറ്റി. അപ്പൊ അതിന്റെ ഉള്ളിക്കയറ്റി മരുന്നിട്ട് വെച്ചതാ. അതിവിടുത്തെ ചായ്പാ, പൊളിച്ചാളനായതാ. പക്ഷേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ഉപകാരമുണ്ട്. ഇരുവരുടെയും സംസാരം കേട്ട് ഭാസ്കരൻ അശോകിനെ നോക്കി പറഞ്ഞു. അശോക് വാ, അകത്തിരിക്കാം. നിധി മോളെവിടെ? വാ തോരാ, സംസാരിക്കാൻ ഒരുപാടുണ്ടാവും, വായടിക്ക്. ഭാസ്കര അശോകിനെയും കുട്ടി വേഗം അകത്തേക്ക് കയറി. അപ്പോഴൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ മറന്നില്ല അവൻ. ഭാസ്കരച്ചാ, ആഹാ എന്റെ മോള് വന്നോ? പറയുന്നതോടൊപ്പം അവളെ ചേർത്ത് പിടിച്ചു. ഈ പെണ്ണ്, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയല്ലോ. പറയാതെ വരുന്നൊരു ത്രില്ലല്ലേ എന്റെ നീലു. നീ ഇരിക്കും, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. പറഞ്ഞുകൊണ്ട് നീലു വേഗം തന്നെ മുറിയിലേക്ക് കയറി. പിന്നീട് അങ്ങോട്ട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. അത്രയും നേരം ഉണ്ടായിരുന്ന പരിഭ്രമൊന്നും ആരിലും ഉണ്ടായിരുന്നില്ല. ഒരുമിച്ച് കാപ്പിയും കുടിച്ച് ഏറെ നേരം നിധി തിരിച്ചു പോയെന്ന് പറയുന്നവരെ അശോക് അവൾക്കായി സമയം വിട്ടുകൊടുത്തു. എന്നാലും ഞങ്ങൾ ഇറങ്ങട്ടെ? അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങോട്ട് വന്നേക്കണം. അത് പിന്നെ പറയണം, തീർച്ചയായിട്ടും വരും. എന്റെ പെണ്ണിതേ അശോകിന് മുമ്പിൽ ഒരുക്കിയെടുത്തത് ഞാനായിരിക്കും. നിധിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു നീലു. എന്നാലും വൈകുന്നില്ല, പോട്ടെ നീലു, ടൗണിൽ കൂടെ ഒന്ന് പോകണം. ആ എന്നാ നടക്കട്ടെ, നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് പൊക്കോ, അല്ലേ അമ്മേ? നളിനി ഇരുവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയതും അശോക് ചുറ്റുമൊന്നുകൂടെ കണ്ണോടിച്ചു. പോവാൻ മനസ്സനുവദിക്കാത്ത പോലെ. അശോക്, ഇതെന്താലും ചെയ്യാ, പോവാം. പെട്ടെന്ന് നിധിയുടെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അശോക് കാറ് മുന്നോട്ടെടുത്തു. ഏറെ നേരമായി ആർത്തിരമ്പുന്ന തിരയിലേക്ക് നോക്കി നിൽക്കുന്നു. അശോക്. നിധി അവനെ അത്രമേൽ ആർദ്രമായി വിളിച്ചുകൊണ്ട് തന്നെ അവന്റെ കൈകൾ കോർത്തു പിടിച്ചു. ഒന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് തന്നെ മരുന്നിന്റെ കാര്യങ്ങളെല്ലാം അശോകിനോട് തുറന്നു പറഞ്ഞു നിധി. ആ നിമിഷം തൊട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ഒരേ ഇരിപ്പാണ്. മുന്നിൽ നിൽക്കുന്ന കടൽ പോലെയാണ് ഇപ്പൊ അവന്റെ മനസ്സെന്ന് തോന്നിപ്പോയി അവൾക്ക്. അശോക്, ദേ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. ഇതിനാണീ വാ, നമുക്ക് വീട്ടിൽ പോവാം. ചിരിങ്ങിക്കൊണ്ട് പറയുന്നവൾ അശോകൻ തലയിരിച്ച് നോക്കി. എനിക്കൊരു പുതുജീവൻ നൽകിയ നീയല്ലേ നിധി. അപ്പൊ ഇനി അങ്ങോട്ട് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അതൊന്നും എന്നെ ഏൽക്കില്ല നിധി. ആ ബെസ്റ്റ്. ഞാനേ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയല്ല ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ്. നമുക്ക് ആരെ ഇതൊക്കെ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. നിധിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയമുണ്ടോയെന്ന് ചോദിച്ചാൽ മരുന്നുണ്ടെന്ന് അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും അവരെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പുറത്തുനിന്ന് മറ്റാരെ കൊണ്ടെങ്കിലും ആരെങ്കിലും ചെയ്യിക്കുന്ന അവനാ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ സംശയം മാലിന്യപ്പച്ചയും സൗഗന്ധിയാണെന്നാ. പക്ഷെ അതും തെളിവുകളില്ലാതെ നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? നോക്കാം. അവളുടെ കവിളിലും തട്ടിക്കൊണ്ട് അശോക് വീണ്ടും ആർത്തലമ്പുന്ന തിരയിലേക്ക് നോട്ടമിട്ടു. അശോക്. അശോക് എന്താ ആലോചിക്കുന്നേ? നീലുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അശോക് പെട്ടെന്ന് ആകെ സൈലന്റ് ആയിരിക്കുന്നു. മാത്രമല്ല എപ്പോഴും എന്നെ ചൊടിപ്പിക്കുന്ന അശോക് ഇപ്പത്തെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ശരിക്കും എന്താ അശോക് പറ്റിയേ? ഏയ് നത്തി, ഞാൻ ഓരോന്ന് ഓർത്തുപോയതാ. ഇല്ല, അത് കള്ളം. എന്നോട് പറ, എന്തോ ഈ മനസ്സിൽ കിടന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അശോക് അവളുടെ കണ്ണിലേക്ക് നോക്കി. ആർ യു ഷുവർ? യെസ്, യു ആർ റൈറ്റ് നിധി. ബട്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അശോക് സംശയത്തോടെ അവനെ വിളിച്ചു നിധി. എന്താ അശോക്, എന്ത് കാര്യത്തിൽ കൺഫ്യൂസ് ആക്കുന്നേ? പറയാം, ചിലപ്പോൾ എൻ്റെ വെറും തോന്നലാവാം. എന്തോ ആയിക്കോട്ടെ, എന്നോട് പറ അശോക്. നീലുവിൻ്റെ വീട്ടിൽ വെച്ച് തനിക്ക് തോന്നിയ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞു അശോക്. ശരിക്കും അശോകിന് അങ്ങനെ തോന്നിയോ? തോന്നിയോണ്ടല്ലേ ഞാൻ പറഞ്ഞു. അല്ല, ഈ ആളിനെ വാങ്ങിയ കാര്യം നീലുമതിനെ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അശോക് പറയുന്നതായിട്ട് നിധി ഒരു നിമിഷം ചിന്തയിലാണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും തന്നോട് അത് പറഞ്ഞിട്ടില്ല. കയ്യിലൊരു മുട്ട് സൂചി കുത്തിയാൽ പോലും അത് തന്നോട് പറയാറുണ്ട്. പക്ഷേ ആൾ ചിന്തിച്ചുകൊണ്ട് അശോകിനെ നോക്കിയില്ലെന്ന് തലയാട്ടി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവളുടെ ഷോളിൽ നിന്ന് കഴുകിക്കളഞ്ഞ രക്തം അതൊരു മൃഗത്തിൻ്റെ അല്ല, ഒരു മനുഷ്യൻ്റെ ആവാനാ. അശോക് തെളിഞ്ഞെട്ടിലോടെ വിളിച്ചു നിധി. ഏയ് കൂൾ, ഇതൊക്കെ എൻ്റെ വെറും സംശയം മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ നിധി, അല്ലാതെ ഇത് സത്യമാണെന്നല്ല. മനസ്സിലായി അശോക്, എന്നാലും എന്തോ. ഏയ് സാറില്ല, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം താൻ വാ, എന്തെങ്കിലും കഴിക്കാം. പിന്നെ നമ്മുടെ പാർട്ടിക്ക് വേണ്ട കുറച്ച് പർച്ചേസ്. അശോക് അവളുടെ കൈകൾ കോർത്ത് പിടിച്ച് താഴ്ത്തുമ്പിൽ പിടിച്ച് പറഞ്ഞതും ഒരു പുൻചിരിയോടെ അവൻ്റെ കൈ പിടിച്ച് എണീറ്റു.
അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഒരു ഫിലിം കണ്ട് ഫുഡ് കഴിച്ച ശേഷമാണ് അശോക് നിധിയും കൈലാസത്തിലേക്ക് തിരിച്ച്. രാത്രി ഏറെ വൈകി മുറ്റത്തൊരു കാർ വന്ന് നിർത്തുന്ന ശബ്ദം കേട്ടാണ് സൗഗന്ധി വിൻഡോ തുറന്ന് പുറത്തേക്ക് നോക്കിയത്. നോക്കിയേട്ടാ, എണക്കുരുവിളെ പോലെ രണ്ടും വരുന്നുണ്ടോ? അത് ഇത്രയും സമയം ഞാൻ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളാ ഇപ്പൊ അവൾ അനുഭവിക്കുന്നത്. എനിക്കിതൊന്നും കണ്ടിക്കാൻ വയ്യേട്ടാ. നീ വിഷമിക്കാതെ, നമുക്ക് മുന്നിൽ എല്ലാത്തിനും ഒരു സമയം തുറന്നു തന്നേക്കുമല്ലേ. ഈ പാർട്ടി ഒന്ന് നടന്നോട്ടെ, പിന്നെ ഇവിടുന്ന് ആരൊക്കെയാ പുറത്താന്നേ കാണിച്ചു തരാം എൻ്റെ മോൾക്ക്. കയ്യിലെ മധ്യ ഗ്ലാസ് വായിലേക്ക് അമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നീരവ്. 3 ദിവസം എന്നതേയും പോലെ കടന്നുപോയി. നാളെയാണ് പാർട്ടി. കൈലാസിൽ അതിൻ്റെതായ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ഡിസൈൻ ചെയ്ത ഹാളും സ്റ്റേജും എല്ലാം വളരെ മനോഹരമായി ഒരുക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത കുടുംബക്കാർ ഓരോരുത്തരായി തലയും തന്നെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ സ്വീകരിക്കുന്ന തിരക്കിലാണ് അരുന്ധതിയും സരസ്വതിയും. കുറച്ചു നേരമൊക്കെ എല്ലാവരോടും സംസാരിച്ചിരുന്നെങ്കിലും അല്പം ക്ഷീണം തോന്നി മുറിയിലേക്ക് ചെന്നാണ് നിധി. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവിടെ തന്നെ കാത്തെന്ന പോലെ നിൽക്കുന്ന സൗകര്യം കണ്ട് താല്പര്യമില്ലെങ്കിൽ കൂടെ മുഖത്തൊരു പുഞ്ചിരി വരുത്തി തീർത്തു. എന്താ നിധി, ഗസ്റ്റുകളൊക്കെ വരവേറ്റ് ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ. നീ എന്താ ഇവിടെ? ഇതല്ല ചോദ്യം. ഞാൻ നിന്നെ കാണാമെന്നല്ലേ നിധി. അല്ലെങ്കിൽ ഈ മുറി എൻ്റെ ആവേണ്ടായിരുന്നല്ലോ. നീയല്ലേ തട്ടിയെടുത്ത് എനിക്ക് അവകാശപ്പെട്ടതല്ല. കൊള്ളാനോ? എപ്പോ മുതലാ ഞാനെല്ലാം തട്ടിയെടുത്തേ? അന്ന് ഇന്ന് അശോകിന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, അത് ഈ ഞാൻ തന്നെയാ. അത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ സൗഗന്ധി? ഏതായാലും മോളി ഇനിയെങ്കിലും മനസ്സിലാക്കി നല്ലൊരു ജീവിതം ജീവിക്കാൻ നോക്ക്. തൽക്കാലം ഇപ്പം നീ ഒന്ന് പുറത്തിറങ്ങിയ എനിക്ക് അല്പേരം കിടക്കായിരുന്നു. ഞാൻ പോയിക്കോളാം. പക്ഷേ നിന്റെ ഈ എല്ലാം നേടിയെന്നുള്ള അഹങ്കാരം അത് വെറുതെയാ നിധി. അവനൊരു ഭ്രാന്തനാ. എപ്പോഴാ കോലം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അവൻ തന്നെയായിരിക്കും നിന്റെയും കുഞ്ഞിന്റെയും കാലിനും. നീ സൂക്ഷിച്ചോ. നിധി ഒന്നും ഗവനിക്കാതെ ഡോറടിച്ച് ബെഡിലായി ചെന്നിരുന്നു. ബെഡിൽ വെച്ചിരുന്ന മാഗസീൻ എടുത്ത് തുറന്നു നോക്കി കുറച്ചു നേരം അതും വായിച്ചിരുന്നു. രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഒരു റെഡ് കളർ ചുരിദാർ എടുത്തിട്ട് ചെറുതായി കേൾസ് ചെയ്ത മുടിയും അഴിച്ചിട്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും കുത്തി തിരിഞ്ഞതും തന്നെ നോക്കി കൈകൾ പിണച്ചിട്ട് നിൽക്കുന്ന അശോകിനെയാണ് കണ്ടത്. ഇതിപ്പോഴും എണീറ്റ് പോയി? ഞാൻ കണ്ടില്ലല്ലോ അശോക്. നൈറ്റല്ലേ നമ്മുടെ പാർട്ടി, അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പപ്പ വിളിച്ച പോയതാ. നീ ഉറങ്ങിക്കോട്ടേന്ന് കരുതി. എന്നാ വാ അശോക്, നമുക്ക് താഴെ പോവാം. ശങ്കരനും ശരണിയെ വിളിച്ചിരുന്നു, അവരുടെ എത്താറായിട്ടുണ്ട്. അരുണും ചൂഹി ഋതികയും അവരും അവരുടെ കൂടെ തന്നെയാ വരുന്നേ. വാ അശോക് പറഞ്ഞുകൊണ്ട് അശോകിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കാനാഞ്ഞതും അവൻ അവളുടെ കൈ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അശോക് അവളുടെ ചുണ്ടുകൾക്ക് മീതെ തന്റെ ചൂണ്ട് വിരൽ വെച്ച് തടുത്തുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി. എന്തോ പറയാൻ തുടങ്ങും മുമ്പ് ഒരു കറുത്ത ടവൽ കൊണ്ട് അവളുടെ മിഴികൾ കെട്ടിവെച്ചു. അശോക് ഇതെന്താ? ഇത് ഞാനിവിടെ വീണു പോട്ടോ. ഒളിച്ചളിക്കാൻ പറ്റിയ ടൈമല്ലേ ഇത്? അശോക് കുറുമ്പോളെ പറയുന്നവളെ നോക്കിക്കൊണ്ട് അശോക് അവളുടെ പിറകിലൂടെ തോളിൽ താടി തുമ്പൂത്തി അവളുടെ ഉദരത്തെ കൈകളാൽ ചേർത്തു പിടിച്ചു. നിന്റെ അശോക് കൂടെയുള്ളപ്പോ നീ വീണു പോകും തോന്നുന്നുണ്ടോ നിധി നിനക്ക്? കാതിൽ പതിയുന്നവന്റെ സ്വരത്തിലൊരു പുൻസിരിയോടെ ഇല്ലെന്ന് തലയാട്ടിയവൾ. കം പതിയെ കാതിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഒരു മുറിക്ക് മുന്നിലെത്തിയതും ഡോർ തുറന്ന് അവളെയും കൊണ്ട് അശോക് അകത്തേക്ക് കയറി. ചുറ്റും ഇരുട്ടാണ്, ഒരു വെളിച്ചത്തിന്റെ കണിക പോലുമില്ല. അശോക് പതിയെ അവളുടെ കെട്ടുകൾ അഴിച്ചു. കണ്ണും തിരുമ്മിക്കൊണ്ട് നിധി മുന്നോട്ട് നോക്കി. ചുറ്റും കൂറ്റിരുട്ട്. അശോക് വിളിക്കുന്നതോടൊപ്പം അവളുടെ കൈകൾ അവന്റെ കൈകളിൽ പിടിമുറുക്കി. പെട്ടെന്ന് ആ മുറിക്കുള്ളിൽ സെന്ററിലായി ഒരു വെളിച്ചം വന്നു. നിധിയുടെ മിഴികൾ വിടർന്നു. അവിടെ തനിക്കായി ഒരുക്കി വെച്ച ഗൗൺ ഡമ്മിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അശോക് കം അവളുടെ കൈകൾ പിടിച്ച് അതിനടുത്തേക്ക് നടന്നു. അശോക് ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ അത്രമേൽ മനോഹരമായ ഗൗണിലേക്ക് ഇമച്ചിമ്മാതെ നോക്കിപ്പോയി. അവൾ ഡ്രസ്സിന്റെ നെക്ക് ഭാഗത്ത് മാത്രമായി പ്രത്യേകം തിളങ്ങുന്ന കല്യാണെ അതിലേക്ക് നോക്കി നിന്നു. ദിസ് ഡിസൈൻ ഈസ് മെയ്ഡ് ഓഫ് ഡയമണ്ട്സ്. കാതോരം പറയുന്നവനെ കാണെ അത്ഭുതത്തോടെ നോക്കി നിധി. അശോക് ഡയമണ്ട് അപ്പത്തിന് ഇതിനൊരുപാട് വിലയായി കാണില്ലേ? കണ്ണിൽ വിടർത്തി അത്ഭുതത്തോടെ ചോദിക്കുന്നവളെ കാണെ ഒരു പുൻസിരിയോടെ അവൾ ഇരുകൈകളാൽ കോർത്തു പിടിച്ചു. ഈ ഭൂമിയിൽ നിന്നെക്കാൾ വിലമതിക്കുന്ന ഒന്നും എനിക്കില്ല നിധി. നിന്റെ പേര് പോലെ നീ തന്നെയാ എൻ്റെ നിധിയും. അത്രമേൽ ഇഷ്ടത്തോടെ പറയുന്നവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വിതുമ്പി അവൾ. അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി നിറഞ്ഞൊഴുകുന്ന അവരുടെ ഇരുമിഴികളും തുടച്ചു നീക്കി. ഏയ് വാട്ട് ഹാപ്പൻഡ്? ഒന്നും മൂളിക്കൊണ്ടൊന്നുമില്ലെന്ന് തലയാട്ടി. സന്തോഷം കൊണ്ട. ഇതിന് മാത്രം പുണ്യൊന്നും ഞാൻ ചെയ്തിട്ടില്ല അശോക്. ഉണ്ട് നിധി, എനിക്കായി നീ ജന്മമെടുത്തു തന്നെയാ നീ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. അത്രമേൽ മിഴികളിൽ പ്രണയം നിറച്ച് തന്നെ നോക്കി പറയുന്നവനെ കാണെ ഒരു പുൻസിരിയോട് അവന്റെ ഇരു കവിളും പൊതിഞ്ഞ് പിടിച്ച് അവന്റെ അധരങ്ങളിലേക്ക് തന്റെ അധരങ്ങളെ ചേർത്തു വെച്ചു നിധി. എന്റെ ഭാര്യയിൽ നിൽപ്പ് ഇനിയും നിന്നാ ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് കുളിക്കേണ്ടി വരും. അത്രമേൽ തന്നിൽ നിന്ന് അകന്നു മാറാൻ നിൽക്കുന്ന നിധിയെ നോക്കി ഒരു കള്ളശ്ശിരിയോടെ നോക്കിക്കൊണ്ട് അശോക് പറഞ്ഞതും കളിയാക്കണ്ട. ഇനി നമുക്ക് താഴെ പോകാം, അവർക്ക് ഇപ്പം എത്തും. സോ വാട്ട്?
സോവാട്ടെന്നോ? അവർ സ്വീകരിക്കണ്ടേ? നമ്മൾ അന്വേഷിക്കില്ലേ? അവര് സ്വീകരിക്കാൻ ഇരുത്താനൊക്കെ ആളുണ്ട് നിധി. നമ്മളിനി അവരുടെ മുന്നിലേക്ക് സ്റ്റേജിൽ വെച്ചേ കാണും. സ്റ്റേജിൽ വെച്ചോ? വൈകിട്ട് 5 മണിക്കല്ല അശോക് പാർട്ടി തുടങ്ങുന്നത്. അതുവരെ നമ്മളിവിടെ ഈ മുറിക്കുള്ളിലോ? ഇങ്ങോട്ട് വാ നിധി. സംശയത്തോടെ കണ്ണു തള്ളി നോക്കുന്നവൾ അശോക് ഇരുകയ്യാലെടുത്ത് ആ മുറിക്കുള്ളിൽ ഡോറ് തുറന്നു. പുറത്തേക്ക് ഒരു ബാൽക്കണിയാണ്. നിധി ചുറ്റും നോക്കി. അവിടെ ഒരു ടീ പോയിലായി അവൾ കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു സെറ്റിയും പിന്നെ ഒരു പെയിന്റിംഗ് ബോർഡും അതിനടുത്തായി ഒരുപാട് പെയിന്റ് കളറുമുണ്ട്. ഒരു വശത്ത് കാറ്റിനാൽ ആടിക്കളിക്കുന്ന മഴയിൽ പീലിക്കൂട്ടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിധി അവൻ സെറ്റിയിലേക്ക് ഇരുത്തി. അടച്ചു വെച്ച ബോൾ തുറന്ന് അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തു കൊടുത്തു. അവൻ തന്നെയാണ് വാരി കൊടുക്കുന്നു. ഒരു പുഞ്ചിരിയോടെ കഴിക്കുന്നതോടൊപ്പം അതിൽ നിന്നെടുത്ത് അവനും വാരിക്കൊടുത്തു. ദുർഗയും സത്യനും ശങ്കരനും ശരണിയും അവളുടെ ഫ്രണ്ട്സും വന്നപ്പോൾ തൊട്ട് അവളെന്തിരക്ക് നടക്കാൻ തുടങ്ങിയതാണ്. എവിടെയും കാണാതായതോടെ അരുന്ധതിയാണ് അശോകിനെ വിളിച്ച് ചോദിക്കുന്നത്. സ്റ്റേജിലെത്തുന്ന അവന്റെ ഒറ്റ മറുപടിയിൽ ഇനി അവളെ തെരഞ്ഞിട്ട് കാര്യമില്ലെന്ന് അരുന്ധതിക്ക് മനസ്സിലായി. നിങ്ങളിരിക്കെ, അവൻ പറഞ്ഞ വൈകിട്ട് സ്റ്റേജിൽ കാണുന്ന. അപ്പൊ അവരെവിടെ പോയതാ? എനിക്കറിയില്ല സത്യ. ഈ വീട് വിട്ട് അവർ പുറത്തു പോകുന്നത് ഞങ്ങൾ ആരും കണ്ടില്ല. ചിലപ്പോൾ ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ എന്നാ മൊത്തത്തിലൊന്ന് കാണട്ടെ. അതോ ഇവിടെ അവർ കണ്ടാലോ? അരുൺ ഒരു ചിരിയോടെ പറഞ്ഞു. ജൂഹിയും റീതിക്ക് അതിനെ കൂട്ടുപിടിച്ചു. എന്നാ ചേട്ടാ, ഞങ്ങളുണ്ട് കൂടെ. ശങ്കരനും ശരണി അവരുടെ പുറകെ കൂടി. ഇതേ സമയം തന്നെയാണ് അവിടേക്ക് നീലവും ഭാസ്കരനും നളിനിയും വന്ന്. അരുന്ധതി അവരെല്ലാം സ്നേഹത്തോടെ ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തി. ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമെന്ന് കണ്ണടച്ചു പോയതാണ്. പെട്ടെന്ന് എണീറ്റവും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പെയിന്റിംഗ് ബോർഡിന് മുമ്പിലായി നിൽക്കുന്നവനെ കാണെ കണ്ണുകൾ കുറുക്കി നോക്കി അവൾ. അശോക് എന്ത് ചെയ്യുവാ? ചോദിച്ചുകൊണ്ട് തന്നെ കണ്ണുകളും തിരുമ്മി പതിയെ എണീറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. തിരിഞ്ഞു തന്നെ നോക്കുന്നതിന്റെ മുഖത്തും കയ്യിലുമെല്ലാം പെയിന്റ് പിടിച്ചിട്ടുണ്ട്. ഒരു ചിരിയോടെ അവരെ നോക്കിയതും പെട്ടെന്നാണ് പുറകിലെ ചിത്രങ്ങൾ മിഴികളുടക്കിയത്. അശോക് തനിക്കാവരിക്കുക ഗൗണിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന താനും തന്റെ പിറകിലൂടെ ചേർത്ത് നിർത്തി അല്പം പൊങ്ങിയ തന്റെ വയറിൽ കൈകൾ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അശോകും ഒരു ഇമാജിൻ ചെയ്ത് വരച്ചതാണെങ്കിലും ശരിക്കും ആ ചിത്രത്തിന് ജീവനുണ്ടെന്ന് തോന്നിപ്പോയി. അത്രമേൽ മനോഹരമായത് വരച്ചു തീർത്തിട്ടുണ്ട്. അശോക് ഇതെങ്ങനെ? നിന്നെ ഒന്ന് കാണാതെയും കേൾക്കാതെയും ഈ കാലത്രയും ഞാൻ നിന്നെ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതാ എന്നും ഇതുപോലെ ജീവനുള്ള സ്വപ്നമായിരുന്നു നിധി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.